ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽപാത ഇനി ഇന്ത്യക്ക് സ്വന്തം. ഈ സ്വപ്നപാതയിലൂടെയുള്ള യാത്രയ്ക്കൊരുങ്ങുകയാണ് രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലത്തിലൂടെ തീവണ്ടി സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് ചെനാബ് റെയിൽവേ പാലം. രാംബാനിൽ നിന്നും ബാരാമുള്ളയിലേക്കാണ് പാലത്തിലൂടെയുള്ള തീവണ്ടി സർവീസ്. അടുത്തിടെ പാലത്തിലെ പരിശോധന അധികൃതർ പൂർത്തിയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തീവണ്ടി സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന വിവരം പുറത്തുവിട്ടത്. തീവണ്ടി സർവീസ് ആരംഭിക്കുന്ന തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും അധികം വൈകാതെ തന്നെ ആ ദിവസം വന്നെത്തുമെന്നും റിയാസി ഡെപ്യൂട്ടി കമ്മീഷണർ വിശേഷ് മഹാജൻ പറഞ്ഞു. ആധുനിക ലോകത്തെ എഞ്ചിനീയർമാരുടെ അത്ഭുതമാണ് ചെനാബ് പാലം. റിയാസി ജില്ലയിൽ ട്രെയിൻ എത്തുന്ന ആദ്യ ദിനം വലിയ മാറ്റത്തിൻ്റെ ദിനം കൂടെയായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാണ്. നമ്മുടെ എഞ്ചിനീയർമാർ വലിയ അത്ഭുതമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 8ാമത്തെ ലോകാത്ഭുതമാണ് ചെനാബ് പാലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിൻ്റെ റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടുന്ന ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള സെക്ഷൻ്റെ ഭാഗമായിട്ടാണ് ചെനാബ് പാലം നിർമ്മിച്ചത്. ജമ്മു കാശ്മീരിൽ റെയിൽവേയുടെ സ്വാധീനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ പദ്ധതി പൂർത്തിയാകുമെന്നാണ് സൂചന. ജമ്മു കാശ്മീരിലെ കത്രിക്കും ബനിഹാലിനുമിടയ്ക്കായി ചെനാബ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 359 മീറ്ററാണ് പാലത്തിൻ്റെ ഉയരം. പാരീസിൻ്റെ ഇഫൽ ടവറിനേക്കാൾ ചെനാബ് പാലത്തിന് 35 മീറ്റർ ഉയരം കൂടുതലാണ്. ഇതോടെയാണ് ചെനാബ് പാലം ലോകത്തെ 8ാമത്തെ അത്ഭുതമായത്. 1315 മീറ്ററാണ് പാലത്തിൻ്റെ നീളം. ആർച്ച് മാതൃകയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2017 ആരംഭിച്ച പാലത്തിൻ്റെ നിർമ്മാണത്തിനായി 1250 കോടി രൂപയാണ് ചെലവായത്. ഭീകരാക്രമണങ്ങളെയും ഭൂചലനങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. 28,000 കോടി ചെലവിൽ പണിയുന്ന ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത്. കമാനാകൃതിയിലുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 കൊല്ലം മുമ്പാണ് ആരംഭിച്ചത്. ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി കാശ്മീരിനെ ബന്ധിപ്പിക്കാൻ സഹായിക്കും.